വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സർവൈവൽ ടിപ്സ്, ബേസിക് റൈഡിങ് ടിപ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻറ്റ് കേസസും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഈയിടെയായിട്ട്. ഭയങ്കര കൂടുതലാണ്. ബേസിക് എത്തിക്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പറ്റുന്ന പല ആക്സിഡൻസും ഭയങ്കര ഫേറ്റലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ടൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബിഗിനറിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു എക്സ്പീരിയൻസ് റൈഡർ ആണെങ്കിൽ യൂസ് കീപ്പ് ഇടാം, ഒരു പ്രശ്നമില്ല. പിന്നെ ചിലർ വന്നിട്ട് ചോദിക്കാം ഇതൊക്കെ പറയാം നീ ആരാണടാന്ന്. അപ്പം ഞാനൊരു ചേട്ടൻ മാത്രമാണ്. അതായത് ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ച് അനിയന്മാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു വന്നാണ്. പ്ലീസ് ഇഗ്നോർ ദിസ് ബ്രോക്കൺ മിറർ. എനിക്കൊരു OCD ആണത്, പക്ഷേ ഈ വീഡിയോയിൽ ഇത് പ്ലീസ് ഇഗ്നോർ ദിസ് മിറർ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അത് ഫസ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും പറയുന്നൊരു ടിപ്പ് തന്നെയാണ് വെയർ റൈഡിങ് ഗിയർ എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പം എന്ത് വെയർ ചെയ്യണം, അതായത് ഒരു സിറ്റിയിലൊക്കെ ഓടിക്കുന്നൊരു സമയത്ത് എന്ത് റൈഡിങ് ഗിയർ വെയർ ചെയ്യണം എന്ന് ഒരു ഡൗട്ടാണ്. എല്ലാ സമയത്തും ഫുൾ സൂട്ട് ഇട്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ സമയത്ത് റോഡിൽ കോൺടാക്ട് ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ ഏറ്റവും ഒബ്വിയസ്ലി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹെൽമെറ്റാണ്. ഒരു നല്ല ഹെൽമെറ്റ് വാങ്ങിച്ചിടുക, പറ്റുവാണെങ്കിൽ ഡീറിങ് ക്ലിപ്പുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിച്ചിടുക. അതല്ലാത്ത സമയത്ത് നമ്മൾ ആക്ച്വലി ഈ ടീഷർട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ജാക്കറ്റ് പോലൊരു സാധനം ഇടുന്നത് കൊണ്ട് തെറ്റില്ല, നല്ലതാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. ഇപ്പം ഞാനത് യൂസ് ചെയ്യാറുണ്ട്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, നമുക്ക് വെയിൽ തട്ടില്ല. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് അധികം പൊടി അടിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആ ഒരു ജാക്കറ്റ് ഇടുന്നത്. അപ്പോൾ അതൊരു അഡീഷണൽ ലെവൽ ഓഫ് ചെറിയൊരു അബ്രഷൻ പ്രൊട്ടക്ഷനാണ്, ഒരുപാടൊന്നുമില്ല. പിന്നെയുള്ളത് നമ്മുടെ കൈയും കാലും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗ്ലവ്സ് എപ്പോഴും യൂസ് ചെയ്യാം. അതും ഇതുപോലത്തെ ലെതർ ഗ്ലവ്സ് ആണെങ്കിൽ, ഇതിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ലെതർ ഗ്ലവ്സ് ആണ്. ഇതുപോലെയുള്ള വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഗ്ലൗസസ് ഉണ്ടാവും. ലെതർ ഗ്ലവ്സ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് പീരീഡ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു സാധനം എൻ്റെ കയ്യിനകത്ത് ഫിറ്റായിട്ട് ഇരിക്കാൻ തുടങ്ങിയത് 1 വർഷത്തോളം യൂസ് ചെയ്തിട്ട് അതുവരെയും ഭയങ്കര വേദനയായിരുന്നു. അതാണ് ലെതർ ഗ്ലൗസിൻ്റെ ഒരു പ്രശ്നം. അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മഴയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതൊരു വേറെ പ്രശ്നമുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര അബ്രഷൻ റെസിസ്റ്റീവാണ്. അപ്പം കൈ ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട്. എസ്പെഷ്യലി ഈ ചെറിയ പിങ്കി ഫിംഗറൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടി റോഡിൽ തട്ടുന്ന ഒരു സമയത്ത് ആദ്യം ഒടിഞ്ഞു പോകുന്ന ഒരു വിരലെന്ന് പറയുന്നത് ഈ പിങ്കി ഫിംഗറൊക്കെയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ കാലെന്ന് പറയുന്നത്. അപ്പം ചെരുപ്പിന് പകരം ഷൂ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഷൂ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു ലോവർ ബോഡി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജീൻസ് ഇടുക, ഒരു പാൻറ് ഇടുക, അത്രേ ഉള്ളൂ. അതിന് പകരം ട്രൗസർ ഇട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കെയർഫുൾ, കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും പുഷ് ചെയ്യുന്ന ഒരു സമയത്ത് ആലോചിക്കുക, വീണ് കഴിഞ്ഞ് മുട്ടിൻ്റെ മുകളിൽ നിന്ന് പെയിൻറ്റ് പോകുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഞാൻ ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ട്. ആക്ച്വലി ഞാനൊക്കെ വിറച്ച് പോയി നിന്നൊരു കേസാണ്. അത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഡയറക്ഷനിൽ എന്തോ ഒന്ന് സംഭവിച്ചു, അത്രേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ വേഗം വണ്ടി നിർത്തി, റൈറ്റ് സൈഡിലാണ് വണ്ടി നിർത്തി. കാരണം എല്ലാ വണ്ടികളും ഇവിടെ നിർത്തുന്നുണ്ട്. എല്ലാവരും ഡിവൈഡർ ചാടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ സംഭവിക്കുന്നത്. നോക്കുമ്പോൾ ഓഡി Q7 അടിയിൽ, അപ്പുറത്ത് കിടക്കുന്ന ഓഡി Q7 അടിയിൽ ഒരാൾ കിടക്കുക, അയാളുടെ കാല് മാത്രം കാണാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് തിങ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അതൊരു ലേഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു ലേഡി അല്ലെന്ന്. അപ്പം ലേഡിയാണെന്ന് ഫസ്റ്റ് ഇങ്ങനെ മനസ്സിലായെന്ന് വെച്ചപ്പോൾ ഞാൻ ആദ്യം കണ്ടത് നെയിൽ പോളിഷും ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി നെയിൽ പോളിഷ് അല്ല, റോഡിനകത്ത് ഉറഞ്ഞിട്ട് പുള്ളിയുടെ കാലിൻ്റെ വിരലിൻ്റെ അറ്റങ്ങൾ മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത്. അതിനോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലാന്ന്. പക്ഷേ ഞാൻ പറയാം, പുള്ളി ഷൂ ഇട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു മെയിൻ കാരണം അതാണ്. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീസായി നിൽക്കുകയാണ്. കാരണം അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആ വണ്ടി ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹിമാലയൻ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്യൂസ് പോയിരിക്കുക. ഞാൻ അപ്പുറത്തേക്ക് ചാടി ഇറങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് അവർ ലിഫ്റ്റ് ചെയ്ത് അയാളിങ്ങ് പുറത്തേക്ക് ഇടും. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു കാഴ്ച ഞാനുണ്ട്. കാരണം ഈസ് അല്ലേ ഫസ്റ്റ് തിങ് വണ്ടിയുടെ അടിയിലാണ് കിടക്കുന്നത്. അയാൾക്കൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അയാളൊരു സാധാരണ ജാക്കറ്റ് ഉണ്ടായിരുന്നു. മേ ബി അയാൾക്ക് ചിലപ്പം എന്താ പറയുക ക്രഷ് കൊണ്ടുണ്ടായ ചില ബ്രോക്കൺ ബോൺസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ബട്ട് ഹിസ് ഹെഡ് വാസ് സേഫ്, റെസ്റ്റ് ഓഫ് ദ തിങ്സ് വാസ് സേഫ്. ഞാൻ ആ പറഞ്ഞ കാലുണ്ടായിരുന്ന മുറി, മുട്ടിൻ്റെ അവിടേക്ക് ഉറഞ്ഞിട്ടുണ്ടായ പാൻറ്റ് കീറിയിട്ട് ഉള്ളിലേക്ക് പോയ മുറിവ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ ബേസിക് റൈഡിങ് കേസ് ഉപയോഗിക്കുക. ഇത് അയാളുടെ തെറ്റുകൊണ്ട് പറ്റിയതല്ല. ആക്സിഡൻറ്റ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നൊരു ബൈക്ക് പെട്ടെന്നൊരു സ്കൂട്ടർ ക്രോസ് ചെയ്ത് അയാൾ ആ സ്കൂട്ടറിൽ ചെന്ന് ഇടിച്ച് സ്കൂട്ടറുകാരെ അങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടും മറിഞ്ഞു. ഇയാൾ ആ ഓടിയുടെ താഴത്തേക്ക് കയറിയതാണ്. ഓടി ഓവർ സ്പീഡിലും ആയിരുന്നില്ല, പക്ഷേ ഓടിയുടെ അടിയിൽ കയറി, കറക്റ്റ് ആ 2 ടയറിൻ്റെ ഇടയിൽ കൂടി കയറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈഡിങ് ഗിയേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നിങ്ങളൊക്കെ വണ്ടി പഠിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ആശാൻ തന്നെ പഠിപ്പിച്ചു വന്നിട്ടുണ്ടാവും. അതായത് ഹോൺ യൂസ് ചെയ്യണം ഇടയ്ക്ക്. ഹോൺ എന്ന് പറയുന്നത് ഈ വളവിലെത്തുമ്പോൾ അടിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മുന്നിലുള്ള ഒരാളെ ഇൻറ്റിമേറ്റ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാവും, പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കാണുന്നത് ഹോൺ എന്ന് പറയുന്ന ഒരു അബ്യൂസീവ് കാര്യമായിട്ടാണ്. അതായത് ഈ ഹോൺ ഞെക്കി പിടിക്കുന്നത് കള്ളപ്പന്നിന് എന്നുള്ള രീതിയിലാണ് ഹോൺ എല്ലാവരും അമർത്തി പിടിക്കുന്നത്. അതൊരു തെറി വിളിക്കുന്ന പകരമാണ്. അപ്പോൾ അറ്റ് ടൈംസ് യെസ് ഐ നോ ദാറ്റ് ഹോൺ എന്ന് പറയുന്നത് നമ്മൾ തെറി വിളിക്കുന്ന രീതിയാണ്. ഹോൺ യൂസ് ചെയ്യേണ്ട തെറി വിളിക്കുന്ന സാഹചര്യങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഹോൺ എന്ന് പറയുന്ന ഒരു ഇൻറ്റിമേഷനാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഹോൺ ചെയ്യുന്ന, ഇപ്പം ഞാനിങ്ങനെ ഹോൺ ചെയ്യുന്ന, ഇപ്പോൾ ഈ വണ്ടിയുടെ പുറകിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ട് ചേട്ടാ, ഞാൻ ഇതിൽ പോകുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് മിററിൽ കാണണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ് ഹോൺ. പിന്നെ നമ്മൾ ഓരോ വളവ് എത്തുമ്പോഴും ഹോൺ അടിക്കണം എന്ന് പറയുന്നതും ഞാൻ ഇവിടുന്ന് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് അതാ ഗ്രീൻ ലൈറ്റ് ആയി എന്ന് പറഞ്ഞ് ഹോൺ ഞെക്കി പിടിക്കാനുള്ളൊരു
ആ ഒരു കൾച്ചറിലേക്ക് കടക്കാതിരിക്കുക നിങ്ങൾ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേണിംഗ് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്തൊരു പരിപാടിയാണ് അതിൻ്റെ പുറകെ പോയി ഹോൺ അടിച്ച് വെറുതെ വെറുപ്പിച്ച് ആ ആളെ ടെൻഷനാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹോങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പ്രഷർ. ഒരു ഡയഫ്രത്തിൽ നിന്ന് വരുന്ന ഒരു പ്രഷർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രഷറൈസ്ഡ് സൗണ്ടാണ്. അത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു പ്രഷർ തന്നെയാണ്. ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളുടെ പിന്നിൽ പോയി, ലേണിംഗ് ബോർഡ് ഒട്ടിച്ച ഒരാളുടെ പിന്നിൽ പോയി ഇതുപോലെ ഹോങ്ക് ചെയ്താൽ അയാൾക്ക് പ്രഷർ കയറുള്ളൂ. അയാളുടെ കയ്യിൽ നിന്ന് ക്ലച്ച് മിസ്സാവും, അയാളുടെ വണ്ടി വീണ്ടും ഓഫ് ആവാനേ സാധ്യമുള്ളൂ. അപ്പം അതുപോലൊരു സിറ്റുവേഷനിൽ വണ്ടി നടുക്ക് ഓഫായി കംപ്ലീറ്റ് ജാമായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ചെന്നിട്ട് ആ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാം. അതായത് ചേട്ടാ ചേച്ചി ഈ കാറ് സൈഡാക്കി തരാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ ഹോൺ അടിക്കാതെ മിണ്ടാണ്ടിരിക്കുക. പറ്റുവാണെങ്കിൽ മിററിൽ കൂടെ ഒന്ന് കാട്ടുക. അതായത് യു ഹാവ് ടൈം, നോ വെറീസ്, എടുത്തോളൂ. ഇനി അതല്ല അവർക്ക് ഒട്ടും ഓടിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷനാണ്, നിങ്ങളവിടെ പോയി സഹായിക്കാൻ വേണ്ടേ. ഈ ഹോൺ അടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സഹായമല്ല. പിന്നെ ചിലർക്ക് ഈ ലേണേഴ്സിനെ കാണുമ്പോൾ ഉള്ളൊരു ചൊറിയുണ്ട്, അതായത് ഫുൾ ഹോൺ അടി, അതായത് ഞാനൊരു പ്രോ റൈഡറാണ് മോനെ, എനിക്ക് ഈ ലേണേഴ്സിനെ ഒന്ന് കണ്ണെടുത്താൽ കണ്ടുവിടാം എന്നും പറഞ്ഞ് ഹോൺ അടിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവമാണ്, ഓടിക്കുന്നൊരു സമയത്ത് മെയിൻറ്റെയിൻ ആൻ ഐ കോൺടാക്റ്റ്. അപ്പം ഈ കണ്ണും നോക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു സംഭവമാണെന്ന് നിങ്ങൾ പല റൊമാൻറ്റിക് മൂവീസൊന്നും കേട്ടിട്ടുണ്ടാവും. ഈ കണ്ണും നോക്കിയിരിക്കുന്നത് റോട്ടിലും വളരെ നല്ലതാണ്. പക്ഷേ അങ്ങനെ നോക്കിയിരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഓപ്പോസിറ്റ് വരുന്നൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിക്കാരൻ ഒരു പക്ഷേ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടേൺ എടുക്കും എന്നെനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് നോക്കുക, എന്നിട്ട് അയാളുടെ ഫേസ് എക്സ്പ്രഷൻ നോക്കുക. ചിലപ്പോൾ അയാളൊരു ഭീമൻ രഘുവിനെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അയാൾക്ക് നല്ലൊരു മനസ്സുണ്ടാവും. അയാൾ ചിലപ്പോൾ ഫേസ് കൊണ്ട് കാണിക്കാം, അതായത് ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് മോനെ, ഞാൻ ആദ്യം പോയിക്കോളാം, അത് കഴിഞ്ഞ് നീ പോയിക്കോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അതിനാണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയായാലും റോഡ് സൈഡിൽ നിൽക്കുന്ന ചേട്ടനോ ചേച്ചിയായാലും മുഖത്തേക്ക് നോക്കുക, കണ്ണിലേക്ക് നോക്കുക, എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ നോക്കുക, എന്നിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടിയുടെ കണ്ണിലും ഒന്നും നോക്കിയിരിക്കാൻ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഡ്രൈവ് ചെയ്യുമ്പം ഒരൊറ്റ നോട്ടമാണ് ഞാൻ പറഞ്ഞത്, അവിടെ അടുത്ത് ചെന്ന് ഇങ്ങനെ നോക്കണം എന്നല്ല പറഞ്ഞത്. ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. റൈഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കണക്ഷനാണ്. ചില സമയത്ത് ഇതുപോലെ ഞാൻ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം വി ക്യാൻ റിയലി കമ്മ്യൂണിക്കേറ്റ്. അവരെന്നോട് മുഖം കൊണ്ട് കാണിക്കാറുണ്ട്, പൊക്കോളൂ എന്നുള്ള രീതി കാണിക്കാറുണ്ട്. പോകുന്ന സമയത്ത് ഞാൻ കൈ കൊണ്ട് ഒരു താങ്ക് യു കാണിക്കാറുണ്ട്. ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി, യു നോ. അങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് നെക്സ്റ്റ് ടൈം ഞാൻ അടുത്ത ജംഗ്ഷനിൽ പോകുന്ന സമയത്ത് എനിക്ക് വേറെ ഒരാളോട് അതുപോലെ കാണിക്കാൻ എനിക്കൊരു താല്പര്യം തോന്നാറുണ്ട്. അതായത് ആ കിട്ടിയൊരു പോസിറ്റിവിറ്റി ഞാൻ അടുത്ത ജംഗ്ഷനിൽ സ്പ്രെഡ് ചെയ്യും. അതൊരു ബെറ്റർ കൾച്ചറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജംഗ്ഷനും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതായത് എത്ര സേഫായിട്ടാണ് നമ്മൾ പോകുന്നത് ഉണ്ടെങ്കിലും ജംഗ്ഷൻ എത്തുന്ന സമയത്ത് സ്ലോ ഡൗൺ ചെയ്യുക. കാരണം ഒരു പക്ഷേ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയോ, അതല്ലെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയോ അപ്പൂപ്പനോ, അതും അല്ലെങ്കിൽ മൊബൈലിൽ ചൊല്ലിക്കൊണ്ട് വരുന്ന ആരെങ്കിലും ഒരാൾ അറിയാതെ എവിടെയെങ്കിലും നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് കയറി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജംഗ്ഷനാണ് ആക്ച്വലി ആൾക്കാരെ ഹിറ്റ് ചെയ്യുന്നൊരു സ്ഥലം കണ്ടിട്ടുള്ളത്. അപ്പോൾ ജംഗ്ഷൻ എത്തുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടികൾ കയറി വരാം. വണ്ടികൾ ഒരുവിധം നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. പിന്നെ വണ്ടികൾ അൺപ്രഡിക്റ്റഡ് ആവാം. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഈ ലോകത്തെ അൺപ്രഡിക്റ്റബിളായ രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ഡ്രൈവേഴ്സാണ്. അവരെങ്ങോട്ട് തിരിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജംഗ്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്തുമ്പോൾ, അതായത് ഈ റോഡിലെ കട്ടുകൾ ഇതൊക്കെ എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. എനിക്കറിയാം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ത്രില്ല് കിട്ടുന്നത് കുറച്ചൊന്ന് സ്പീഡ് ചെയ്യുന്ന സമയത്താണ്. വിത്തിൻ ലിമിറ്റ്സ് നമ്മളിത് ചെയ്യാറുള്ളൂ. ഓൾ ദ ടൈം സെൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഓൾ ദ ടൈം സെൻഡ് ഇറ്റ് ചെയ്താൽ ചിലപ്പോൾ ശവപ്പെട്ടിയിലൊക്കെ ആയിരിക്കും സെൻഡ് ഇറ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിഗ്നലുകൾ ജമ്പ് ചെയ്യാതിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും സിഗ്നൽ ജമ്പ് ചെയ്യാതിരിക്കുക. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒബ്വിയസായിട്ടും അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു സിഗ്നൽ ജമ്പ് ചെയ്യുന്നതുകൊണ്ട് അധികം ടൈമൊന്നും നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അഥവാ സേവ് ചെയ്താൽ തന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അതിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് സിഗ്നൽ ഒരിക്കലും ജമ്പ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണുന്നുണ്ട്, ആരും കാണുന്നില്ല, അതായത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആരും വരുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ സിഗ്നലിൽ കാത്തു കെട്ടി കിടക്കുന്നതെന്നാണ്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇതേ ഒരു കാഴ്ചപ്പാടിൽ അങ്ങ് അറ്റത്തുനിന്ന് ഗ്രീൻ സിഗ്നലും കണ്ട് വരുന്ന ഒരുത്തനുണ്ട്. അപ്പോൾ അവനെന്താ ആലോചിക്കുന്നതെന്ന് അറിയാം, എനിക്ക് ഗ്രീൻ സിഗ്നൽ ഉണ്ട്, വേറെ ആരും ക്രോസ് ചെയ്യുന്നില്ല, ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് സെൻഡ് ഇറ്റ് ചെയ്യാൻ പോകുന്നത്. അവൻ വന്ന് പെർപെൻഡിക്കുലറായിട്ട് ഇടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് സിഗ്നലുകൾ ഒരിക്കലും ജമ്പ് ചെയ്യാതിരിക്കാം. പിന്നെ പറയാനുള്ള ഒരു ചെറിയൊരു തോട്ട് എന്താ, അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി കൈൻഡ് നോട്ട് സ്മാർട്ട് എന്നാണ്. അതായത് നമ്മളെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് നമ്മൾ മാറണം. റോഡിൽ ഇറങ്ങുന്നൊരു സമയത്ത് നമ്മളൊരു സ്മാർട്ടർ പേഴ്സൺ ആണെന്ന് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് പെട്ടെന്ന് വെട്ടിച്ച് കുറേ ആൾക്കാരങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയാൽ നമ്മളൊരു സംഭവമാണെന്നൊക്കെ തോന്നുക, അതൊന്നും ഒരു ശരിയായ ഒരു ധാരണയല്ല. പക്ഷേ അതിന് പകരം കുറച്ചുകൂടെ കൈൻഡായിട്ട് നമുക്ക് എമർജൻസി വെഹിക്കിൾസിന് വഴി കൊടുക്കുക, വലിയ വണ്ടികൾക്ക് കുറച്ചുകൂടെ സ്പേസ് കൊടുത്ത് ഓടിക്കുക, ആരെയും ചൊറിയാതെ ഓടിക്കുക. ബേസിക്കലി അങ്ങനെ ഓടിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി കൈൻഡ് നോട്ട് സ്മാർട്ട്. നമ്മളിവിടെ ആരെയും ഓവർടേക്ക് ചെയ്ത് MotoGP ജയിച്ച് കപ്പും കൊണ്ട് വീട്ടിൽ പോകുന്ന ആളൊന്നുമല്ല. നമ്മൾ ഒരു പോയിൻ്റ് A to പോയിൻ്റ് B ആണ് പോകുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ഒരു ആവശ്യത്തിനായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രിപ്പിനായിരിക്കും. എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ നമ്മളെ നോക്കിയിട്ട് ഏതാടാ ഈ വേട്ടാവളിയൻ എന്ന് പറയിപ്പിക്കാതിരിക്കാം. അതിന് പകരമായിട്ട് മറ്റുള്ളവർ നമ്മളെ ഡ്രൈവ് നോക്കിയിട്ട് പറയണം, അവൻ ആക്ച്വലി ഡ്രൈവ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കുളിര് കോരും. ഒരുപാടൊന്നും കോരിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കോരുന്നത് രസമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എമർജൻസി വെഹിക്കിളായിട്ട് ഡീൽ ചെയ്യുമ്പോഴാണ്. അതിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ ഒരു നോർമൽ വെഹിക്കിളിൽ കൊണ്ടുപോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആംബുലൻസിൽ കൊണ്ടുപോകുകയാണെങ്കിലും ഞാൻ പലപ്പോഴും ഇവിടെ കർണാടകത്തിൽ കണ്ടിട്ടുള്ളൊരു കൾച്ചറാണ്, അതായത് ആ വണ്ടിയുടെ മുന്നിൽ കയറി ഓടിക്കുക. അപ്പോൾ അവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ട്രാഫിക് എല്ലാവരും ക്ലിയർ ചെയ്യുന്നതെന്നാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം അവരാണ് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതുപോലൊരു എമർജൻസി വെഹിക്കിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇടുക, സ്ലോ ഡൗൺ ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ കൊടുക്കുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വരുന്ന ആംബുലൻസിന് വഴി ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് അതിൻ്റെ മുന്നിൽ കയറി ഓട്ടും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഓട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് ആ പോകുന്ന ആംബുലൻസ് പോകുന്ന ആളുടെ റിലേറ്റീവ്സ് ആണെന്നുള്ള പോലെ ഒരു 10-25 ബൈക്കുകൾ ആംബുലൻസിൻ്റെ വലിയ പോകുന്നത് കാണാം. ഞാൻ പറഞ്ഞു, ഞാനിത് കേരളത്തിലല്ല കണ്ടിട്ടില്ല, കർണാടകത്തിലാണ് കണ്ടിട്ടില്ല. ബട്ട് അത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല. കാരണം മുന്നിൽ പോകുന്നത് ആ വണ്ടി ബ്ലോക്ക് ചെയ്യുന്ന പോലെയാണ്. പിന്നെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു വണ്ടിയാണ്. അതിനെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 25 ആൾക്കാരും ആ വണ്ടിയുടെ പുറകെ കൊണ്ടുപോയി അടയാവും. അതിനുശേഷം ചിലപ്പോൾ ഒന്നെങ്കിൽ ആ ആംബുലൻസിലുണ്ടോ അല്ലെങ്കിൽ വേറൊരു ആംബുലൻസ് വിളിച്ചോ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാവും. അതുകൊണ്ട് ഗിവ് വേ ടു എമർജൻസി വെഹിക്കിൾ. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അവർ പോവും, നിങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇനി അടുത്ത് പറയാനുള്ളൊരു വലിയൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് അഹെഡ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മിക്കവാറും സമയത്ത് മുന്നിലെ വണ്ടി എങ്ങനെയാണ് ഓടുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പം ആ ഒരു ലോജിക്ക് മാറ്റിയിട്ട് മുന്നിലെ വണ്ടിയുടെയും മുന്നിൽ എന്ത് ഓടുന്നു അതിനെയാണ് ലുക്ക് അഹെഡ് എന്ന് പറയുക. അതായത് ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടെ അല്ലെങ്കിൽ ടയറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുക. ഇപ്പോൾ ഈ വണ്ടിയുടെ പുറകെ ഞാൻ ക്രൂസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഈ വണ്ടി ബ്രേക്ക് ജാം ചെയ്തു. അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് ഞാൻ അതിൻ്റെ ലെഫ്റ്റ് കൂടെ പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഡ്രൈവർ ഒരു കുട്ടി ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ജാം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടി ഇടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ മുന്നിലൊരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ലുക്ക് അഹെഡ്. അത് ടയേഴ്സിൻ്റെ ഗ്യാപ്പ് കൂടെ അല്ലെങ്കിൽ കാറിൻ്റെ ചില്ലുകളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുന്നത് എപ്പോഴും കീപ് സ്കാനിങ്. അതായത് ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാനൊരു കൈ വെച്ചിട്ടാണ് വണ്ടി ഓട്ടുന്നത്. ശരിയാണ്, അതൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പല കാര്യങ്ങളും സ്കാൻ ചെയ്യുന്നുണ്ട്. ഓരോ വണ്ടികളും ഞാൻ അറിയുന്നുണ്ട്. അതായത് വളരെ ബിഗിനറായിട്ടുള്ള ആൾക്കാരാണോ വണ്ടി ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ല റെൻറ്റഡ് കാർ എടുത്തതിന് ശേഷം ആ വണ്ടി എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ എങ്ങനെയൊക്കെയോ ചവിട്ടിയാണ് ആൾക്കാർ വിടുന്നത്. അങ്ങനത്തെ പല ജഡ്ജ്മെൻറ്റ്സും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ആരും മോശക്കാരാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു സിഗ്നലിൽ എത്തുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ അതിലും മേതെയാണ് സിഗ്നലിലെ ടൈം കാണിക്കുന്നതെങ്കിൽ വണ്ടി ഐഡിൽ ചെയ്യാതെ വണ്ടി ഓഫ് ചെയ്തിടാം. അത് ഒരുപാട് പെട്രോൾ സേവ് ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷേ ഒരു മാസത്തെ നിങ്ങളൊരു ബഡ്ജറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയെങ്കിലും എങ്ങനെ പോലെ സേവ് ചെയ്ത് തരും. കാരണം ഐഡിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്യൂല് പോകുന്നുണ്ട്. ഇനി വേറെ പറയാനുള്ളൊരു കാര്യമാണ് മൊബൈൽ യൂസേജ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കാതിരിക്കുക. അപ്പോൾ പറയണോ ചേട്ടാ ഞാൻ ഓഡിയോ മെസ്സേജാണ് അയക്കാറെന്ന്. ഓഡിയോ ആയാലും വീഡിയോ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. മൊബൈൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് വരുവാണെങ്കിൽ വണ്ടി നിർത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ ആ ഒരു സിനാരിയോ തന്നെ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് മൊബൈൽ എപ്പോഴും വണ്ടി നിർത്തിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ചിലരൊക്കെ കണ്ടിട്ട് മൊബൈൽ വൺ തിങ് ഹെൽമെറ്റിനകത്ത് വെക്കുന്ന ആൾക്കാർ, ചിലർ അങ്ങനെയല്ല, ഹെൽമെറ്റ് ഇടില്ല, എന്നിട്ട് ഇതൊക്കെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ടിരിക്കും. അപ്പോൾ കഴുത്ത് അങ്ങനെ വെച്ചുള്ള ആൾക്കാരൊക്കെ പലരും അവിടെ ഇവിടെയൊക്കെ പോയി വണ്ടി ഇടിച്ചിട്ട് പിന്നെ പെർമനൻ്റ്ലി കഴുത്ത് അങ്ങനെ ആയെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ മൊബൈൽ ഹെൽമെറ്റിനകത്തും വെക്കുന്നത് ഒരു നല്ലൊരു ഫീച്ചറല്ല. ഒരു പക്ഷേ ആ മൊബൈൽ എക്സ്പ്ലോഡ് ആവും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല, ബട്ട് യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. പിന്നെ ഒരു മൊബൈൽ യൂസേജിൻ്റെ വേറൊരു സംഭവം കണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഹോൾഡറൊക്കെ വെച്ചിട്ടുണ്ടാവും. മാപ്പ് നോക്കിയിട്ടായിരിക്കും നമ്മുടെ അനിയൻ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ പ്രശ്നം, പുള്ളി മാപ്പ് നോക്കിയിട്ടേ വണ്ടി ഓടിക്കുള്ളൂ, റോഡിലോട്ട് നോക്കില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കുന്നത് ഗെയിമല്ല. അതായത് ഈ കോൺസോളിൽ കണ്ടിട്ടല്ല വണ്ടി ഓടിക്കുന്നത്. കോൺസോളിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്ഷൻസ് മാത്രമാണ് തരുന്നത്. ഇത് ആക്ച്വലി ഒരു വിഷയം ഉണ്ടായതാണ്. ഞാൻ ബാംഗ്ലൂർ ഇതുപോലെ സിറ്റിക്കകത്ത് ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു ചേട്ടൻ, ഒരു ഡോമിനാർ ഓടിച്ചു വന്നൊരു ചേട്ടൻ എൻ്റെ മെക്കിട്ട് കയറി. പുള്ളി ആക്ച്വലി മാപ്പിൽ നോക്കിയിട്ട് ഒരു ടേൺ അങ്ങ് എടുത്തു. ടേണിൻ്റെ അപ്പുറത്ത് സൈഡ് ഞാനുണ്ടായിരുന്നു. പുള്ളി ആ ടേൺ ഒരു MotoGP എടുക്കുന്ന പോലെ റൈറ്റ് സൈഡ് കോർണറൊക്കെ ചേർത്തിട്ട് അങ്ങ് എടുത്തേ. വന്ന് എൻ്റെ ദേഹത്ത് ഇടിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ ഹോങ്ക് ചെയ്തു പുള്ളി അറിയിക്കാൻ വേണ്ടി. കാരണം ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എനിക്ക് ഹോങ്ക് ചെയ്യേണ്ടി വന്നു. ഞാനത് ചെയ്തു. ലക്ലി മിസ്സായി. അപ്പോൾ പുള്ളി എന്നോട് സോറി പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ മൊബൈൽ നോക്കിയിട്ടാണ് ഓടിച്ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് മാപ്പിൽ പുള്ളി ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് വാട്ട് എവർ ഇറ്റ് ഇസ്, ചെറിയൊരു ഡീവിയേഷൻ ആണെങ്കിൽ പോലും
നിങ്ങൾ ടേൺ സിഗ്നൽസ് യൂസ് ചെയ്യുക. അതായത് ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് പോകുകയാണെങ്കിൽ പോലും ടേൺ സിഗ്നൽസ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതൊരിക്കലും പുറകിലുള്ള ആൾക്ക് അൺപ്രഡിക്റ്റബിളായിട്ട് തോന്നില്ല. ഇവൻ ലെഫ്റ്റ് ടേൺ എടുക്കുക, ഇവൻ റൈറ്റ് ടേൺ എടുക്കുക, അങ്ങനെ പുറകിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഒരു പക്ഷേ അവർക്ക് സ്ലോ ചെയ്ത് കയറാൻ പോലും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എപ്പോഴും ടേൺ സിഗ്നൽസ് യൂസ് ചെയ്യുക. ഇനി വേറെ പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പിടിക്കാം. കാരണം വലിയ വണ്ടി എന്ന് പറയുമ്പോൾ ആകെ 2-3 മിറർ മാത്രം വെച്ചിട്ട് ഓടിക്കുന്ന വണ്ടികളാണ്. അത് ഒരു 360 ഡിഗ്രിയിൽ ഒരു വണ്ടിയെ കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കൊന്ന് ബെൻസിൻ്റെയൊക്കെ വലിയ ലോറിയെ മാത്രമേ 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ടാവുള്ളൂ. അതർവൈസ് അവർ പ്യോർലി അവരുടെ സ്കിൽസ് വെച്ചിട്ട് മാത്രമാണ് ഓടിക്കുന്നത്. ആ ഒരു സമയത്ത് വലിയ വണ്ടിയിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. വലിയ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ടേൺ നമുക്ക് എടുക്കുന്ന ഒരു സമയത്ത് ഒന്ന് റൈറ്റിലോട്ട് പോയിട്ട് നല്ല ഗ്യാപ്പ് വെച്ചിട്ട് എടുക്കുക. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി വളയണമെങ്കിൽ അത്രയും വേണം. അപ്പോഴാണ് കുറച്ച് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നത് എന്താ അറിയോ, അതോ എനിക്ക് വലിയൊരു ഗ്യാപ്പ് കിട്ടിയിരിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ, ഞാൻ അതിലേ എടുക്കുന്ന സമയത്ത് ഈ വണ്ടി വളഞ്ഞു വരുന്ന സമയത്ത് ഈ ഗ്യാപ്പിനിടയിൽ ഇവൻ പെടും. ഒന്നുകിൽ വലിയ വണ്ടിക്കാരൻ ചവിട്ടും, പുള്ളി ചവിട്ടിയില്ലെങ്കിൽ ഈ ഗ്യാപ്പ് എടുത്തവൻ മിക്കവാറും ആപ്പിലാവും. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു ടിപ്പാണ്, അതായത് വണ്ടി നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വണ്ടി നിർത്തുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത് നമ്മൾ ബ്രേക്ക് പിടിക്കണം. ഉത്തരം ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിർത്തുന്നതിന് മുന്നേ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മിറർ ചെക്ക് ചെയ്യണം. ലെഫ്റ്റ് മിറർ, ലെഫ്റ്റിലേക്കാണ് ചേർക്കാൻ പോകുന്നത്, ലെഫ്റ്റ് മിറർ ചേർക്കണം. 2, ഇൻഡിക്കേറ്റർ ഇടണം. മിറർ നോക്കിയിട്ട് ആരും ഇല്ലേ പോലും നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. കാരണം ഒരു സൂപ്പർ ബൈക്കോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കാറോ പിന്നിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിററിൽ അത് കാണാൻ പറ്റുന്നില്ല. കാരണം അവർ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാകാം. അവർക്കൊരു ഇൻഡിമേഷനാണ് നമ്മുടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഫസ്റ്റ് മിറർ നോക്കുക, അതിനുശേഷം ഇൻഡിക്കേറ്റർ ഇടുക, അതിനുശേഷം ബ്രേക്ക് പിടിച്ച് സ്ലോ ആക്കുക അല്ലെങ്കിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡാക്കുക. അതല്ലാതെ അമ്മായിയുടെ വീട്ടിലേക്ക് വിരുന്നിന് കയറുന്ന പോലെ ഒരൊറ്റ എടുക്കലങ്ങ് എടുക്കരുത്. മിക്കവാറും പുറകെ സ്പീഡിൽ വരുന്ന ആളോ അല്ലെങ്കിൽ പുറകെ സ്പീഡിൽ തന്നെ ആവണ്ട, പുറകെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് കൂടെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ചായ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ആലോചിക്കാം. മിറർ യൂസ് ചെയ്യുക, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഫോഴ്സ്ഫുള്ളായിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി അടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ഓടിക്കുമ്പോൾ പറ്റാവുന്ന സമയങ്ങളിൽ, അതായത് നമ്മൾ കൺജസ്റ്റഡ് റോഡുകളിലാണ് ഓടിക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്, ഇതുപോലെ റിലാക്സ്ഡ് ആയിട്ടല്ല ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിരൽ ബ്രേക്കിൻ്റെ മുകളിലും ഒരു വിരൽ ക്ലച്ചിൻ്റെ മുകളിലും വയ്ക്കാം. ഒന്ന് കവർ ചെയ്ത് പിടിക്കുക. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് എൻ എമർജൻസി എപ്പോഴെങ്കിലും ഒരു സൈഡ് റോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വരാം അല്ലെങ്കിൽ ആരെങ്കിലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിരൽ എടുത്ത് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ട ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ടൈമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈമാണ്. അതൊരു ഹാഫ് എ സെക്കൻഡ് ആയിരിക്കും. ഹാഫ് എ സെക്കൻഡിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യജീവൻ വരെ ഒരു ഹാഫ് എ സെക്കൻഡിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, അതുപോലെ കൺജസ്റ്റഡ് സ്പേസിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കോഷന് വേണ്ടിയിട്ട് ഇതായിപ്പം ഇത്രയും സ്ഥലം എത്തുന്ന ഒരു സമയത്ത് തന്നെ ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിലുള്ള വണ്ടികൾ എപ്പോഴെങ്കിലും ബ്രേക്ക് ജാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് പിടിച്ച് നിർത്താൻ പറ്റണം. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ ബ്രേക്കിൻ്റെ മുകളിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടെ എനിക്കറിയും. ഇനി ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട കാര്യമാണ്, അതായത് നിർത്തിയിട്ട വണ്ടികൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുന്നുണ്ടാകും ഞാൻ ലെഫ്റ്റ് കൂടെയൊക്കെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലീഗലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലീഗലല്ല. പക്ഷേ മിക്കവാറും സമയത്ത് നമ്മുടെ ഹൈവേയിലൊക്കെ ഏറ്റവും സ്ലോവസ്റ്റ് വണ്ടിയാണ് റൈറ്റ് കൂടെ പോകുക. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അവർ ഓൾറെഡി അങ്ങനെയാണ് ഓടിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിലിട്ട് ഇത് ബിഗിനറിന് വേണ്ടിയിട്ടാണ്. അതായത് ഇത് കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് പഠിച്ചു വന്ന് കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പം ഈ ഒരു കൾച്ചറേ മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഫുള്ളി ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമ്മൾ സേഫായിട്ട് ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് നിർത്തിയിട്ട വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്നത്. നിർത്തിയിട്ട വണ്ടികൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാത്തൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവും. ആ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് ആരെങ്കിലും കയറി വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ചേച്ചിയാവാം, അതല്ലെങ്കിൽ നിർത്തിയിട്ട് എടുക്കുന്ന ഒരു വണ്ടിയാവാം. അപ്പോൾ നിർത്തിയിട്ടൊരു വണ്ടിയാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് സ്പീഡിൽ പോകാം എന്ന് വിചാരിക്കരുത്. അതൊരു ഓപ്പർച്യൂണിറ്റി അല്ല, അത് തീർച്ചയായിട്ടും ഒരു കോഷനാണ്. അപ്പം അത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഒരു നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വീഡിയോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് ഗ്രൂപ്പിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു റിപ്പീറ്റേറ്റീവ് കാര്യങ്ങളായിട്ടേ അവർക്ക് തോന്നുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടിപ്സാണ്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി റൈഡിങ്, സേഫായിട്ട് ഓടിക്കുക. അപ്പം ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.